ലൈഫ് സഫലമായ സ്വപ്നങ്ങൾ 5 ലക്ഷം വീടുകൾ പൂർത്തീകരണ പ്രഖ്യാപനം. 5 ലക്ഷം വീടുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതിയിൽ ഉണ്ടാക്കി കൊടുത്തത്രേ. എടോ ചെയ്യണ്ടോ? ഇതിനല്ലടോ സർക്കാർ ഇതിങ്ങനെ പരസ്യം ചെയ്ത് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ദൗത്യം. അത് നിങ്ങളിങ്ങനെ പരസ്യം ചെയ്ത് എന്താ പറയാ ഇങ്ങനെ ഉദ്ഘോഷിക്കണമോ? അല്ല പിന്നെ നിങ്ങളുടെ പണി എന്താ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു സർക്കാരിന്റെ ജോലി? ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം നൽകുക, വീടില്ലാത്തവർക്ക് വീട് നൽകുക, സ്വൈര ജീവിതം ഉറപ്പാക്കുക, അല്ലെ? സ്വത്തും സമ്പത്തൊക്കെ സംരക്ഷിക്കുക, നാട്ടിലെ ക്രമസമാധാനം പരിപാലിക്കുക. ഇതൊക്കെയല്ലേ ഒരു സർക്കാരിന്റെ ദൗത്യം പറയുന്നത്. ഇതെന്തോ ഞങ്ങൾ ചെയ്ത എന്തോ വലിയ കാര്യം വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. ഇവിടെ ഏത് സർക്കാർ ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യടോ. നിങ്ങൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. വേറൊരു സർക്കാർ ആണെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി ചെയ്യും. എന്താ സംശയം ഉണ്ടോ? നിങ്ങൾ അത്ര കട്ടുമുടിക്കുന്ന ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഭഗവാന്റെ സ്വത്ത് കട്ടവരാണ്, അല്ലേ? എന്നിട്ട് അതും കഴിഞ്ഞിട്ട് അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിന്റെ പേരിൽ, അല്ലെ, തിന്നതിന് വരെ കള്ളക്കണക്ക് എഴുതി കോടികൾ തട്ടിയവരാണ്. പിണറായി വിജയൻ അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് 3.25 ലക്ഷം രൂപ ചെലവാക്കിയവരാണ് ഒറ്റ രാത്രി. മാപ്പില്ല നിങ്ങൾക്ക് കേട്ടോ, മാപ്പില്ല. 5 ലക്ഷം വീടുകൾ. ഇത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പണം, കേന്ദ്ര സർക്കാരിന്റെ പണവും ഇതിനകത്തുണ്ട്. ഇത് കേട്ടായിരിക്കും ഇവരുടെ സ്വന്തം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ കൂടി ഭാഗമാണിത്. എന്നിട്ട് മേനി നൽകുന്നു ഇവന്റെ മാത്രം ചിത്രം. ഏറ്റവും ഭൂലോക വിഡ്ഢിയായ ഈ ഒരു മനുഷ്യന്റെ ചിത്രം വെച്ചിട്ട് എന്താണ് ഇയാളുടെ എന്ത് മഹത്വമാണുള്ളത്? എന്താ പറയാ, ഈ ധാർഷ്ട്യം, അഹങ്കാരം. ഏറ്റവും അവസാനം ഓരോ ദിവസവും അഹങ്കാരമാണ്. കഴിഞ്ഞ ദിവസം ഈ ഹരിത കേരളം മിഷന്റെ നമ്മുടെ ടി സീമയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഹരിത കേരളം മിഷൻ, അവരുടെ എന്തോ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു എന്ന് അവതാരകൻ പറയാൻ ഇത്തിരി വൈകിപ്പോയി. അപ്പോഴത്തേക്കാണ് മൂപ്പര് ക്ഷുഭിതനായത്. എന്താ വിളിക്കാനെന്താ വൈകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷുഭിതനായി ഇദ്ദേഹം നടന്നു വരുന്ന ഒരു ദൃശ്യമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ സമാധാനം 2 മാസം കൂടി എങ്ങനെയെങ്കിലും സഹിച്ചാൽ മതിയല്ലോ എന്നുള്ള കാര്യമേ പറയാനുള്ളൂ. വലിയ പരസ്യം. പിണറായി വിജയന് 3ാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരണം. ഈ പൈസ ആരുടെ പൈസയാണെന്നറിയോ? നിങ്ങളുടെ പൈസ എടുത്തിട്ട് ഈ തെമ്മാടി ഭരണം വീണ്ടും തുടരണമെന്ന് ഈ നൃശംസൻ, ഈ ഒരു ഉളുപ്പും മാനവും ഇല്ലാത്തവൻ ഇതാ ചിരിക്കുന്ന കാണണം നിങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമാണ് ഇത് കണ്ടാ വിചാരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കോടികൾ ഇട്ട് ജനങ്ങളെ സേവിക്കുകയാണെന്ന്. ആലോചിച്ചോ, നമ്മുടെ പൈസ എടുത്തിട്ട് ആ പൈസ പകുതി പുട്ടടിച്ചിട്ട് ബാക്കി പകുതി പൈസ കൊണ്ട് ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ പൈസ വീണ്ടും എടുത്തിട്ട് പരസ്യം കൊടുത്തിട്ട് ഇളിക്കുന്ന പറയുന്നില്ല. എല്ലാ പത്രങ്ങളിലൂടെ ഈ പരസ്യം എത്ര കോടികളാണ് ചെലവാക്കുന്നത് അറിയോ?